2-3 ദിവസമായിട്ട് പറയണം തോന്നിയ കാര്യമാണ്. നമ്മുടെ മരിച്ചുപോയ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവും പിന്നെ ഒരു കോഴിക്കോട് ദാസേട്ടൻ രണ്ടുപേരും കൂടി ചാന്തപ്പൊട്ടിലെ ആ ഒരു പാട്ടിട്ടോണ്ട് റീൽസ് ചെയ്തായിരുന്നു. അതിൻ്റെ കീഴേ വന്ന് നമ്മൾ തെറിവിളിയുടെ പൂരം മലയാളികൾ. കൊല്ലം സുധിയുടെ ഓർമ്മയെ നീ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. കൊല്ലം സുധി മരിച്ചുപോയി, പിന്നെ അവരെന്ത് ചെയ്യണമായിരുന്നു? അവരിൻ്റെ ജീവിതകാലം മുഴുവൻ വെള്ളസാരി കൊടുത്ത് ഭർത്താവ് മരിച്ചത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കണം. അവർക്ക് 2 കുഞ്ഞുങ്ങളില്ലേ, അവർക്ക് ജീവിക്കണ്ടേ. നിനക്ക് വീട് കിട്ടിയില്ലേ, ശരി വീട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റുമോ? ബാക്കി ചിലവുകളില്ല, പിള്ളേർ പഠിക്കുന്ന പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. കൊല്ലം സുധിയുടെ ഓർമ്മകളിൽ നീ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്തില്ല. അതൊക്കെ വെറുതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം സുധി തീർച്ചയായിട്ടും ഒരു കലാകാരൻ്റെ മരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കെല്ലാവർക്കും കലയെ ആസ്വദിക്കുന്ന എല്ലാവർക്കും അതൊരു നഷ്ടമാണ്. പക്ഷേ കൊല്ലം സുധി എന്നുള്ള ആ ഒരു വ്യക്തി മരിച്ചതിൽ അയാളുടെ ഭാര്യയ്ക്കുള്ള നഷ്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആർക്കും നഷ്ടം, അല്ലേ? ബാക്കി ആർക്കും അത് കഴിഞ്ഞിട്ടുള്ള വിഷമേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞതൊക്കെ ഒരു അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി ആയിട്ട് എനിക്ക് തോന്നി. അവർ ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിക്കട്ടെ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വേറെ ജോലിക്ക് പോകുന്നില്ല. നമ്മുടെ ഇഷ്ടമുള്ള സിനിമാ നടിമാർ ഇഷ്ടം പോലെ. ഇപ്പോൾ നമ്മുടെ മീനയുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം മീന സിനിമയിൽ അഭിനയിച്ചില്ല. മീനെ ആരെങ്കിലും തെറി പറഞ്ഞോ? ആ പാട്ട് സീനിൽ ഒറിജിനലായിട്ട് അഭിനയിച്ചത് ഗോപികയല്ലേ? ഗോപികനെ ആരെങ്കിലും തെറി പറഞ്ഞോ? വൾഗറായി പോയി എന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനു ഇവരെ പോയി തെറി പറയുന്നത്? അവർക്ക് ഇഷ്ടമുള്ള അവർ ജീവിക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ചെയ്യാവുന്ന പണി അറിയാവുന്ന ജോലി അതാണ്, റീൽസ് ചെയ്യുക. അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം അവരുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കട്ടെ. അതുകൊണ്ട് അവർ കുടുംബം നോക്കട്ടെ. നമ്മുടെ കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നു എന്ന് കേൾക്കുന്നതിലും നല്ലതല്ലേ അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് കേൾക്കുന്നത്? വെറുതെ ഇവിടെ ഈ ഇടയ്ക്ക് ഒരു തലക്കെട്ടുകാരൻ കേരള ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് കളിയാക്കി എന്ന് പറഞ്ഞിട്ട് അയാളെ പറയാത്ത തെറികളില്ലാതെ നമ്മൾ കണക്ക് പറഞ്ഞ് വന്നല്ലോ, നമ്മൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കേരളം എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ലിറ്ററസി വിദ്യാഭ്യാസമൊക്കെ കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. അവർ ജീവിക്കട്ടെ.